ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എക്സ്പോ ഗെയിമറിൻ്റെ മറ്റൊരു കിടുക്കാശുവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള മൈൻക്രാഫ്റ്റിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരനെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഇന്ന് പുതിയൊരു സർവൈവൽ സീരീസ് ആയിട്ടാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് വണ്ണാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ വേൾഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാമെന്ന് വെച്ച്, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. സോ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ വേൾഡ് ക്രിയേറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് വേൾഡ് കൊടുക്കാം. എന്നിട്ട് അഡ്വാൻസ്ഡ് എടുത്തിട്ട് കോർഡിനേറ്റ്സും പിന്നെ ഡേയ്സ് പ്ലേഡും കൊടുക്കാം. പിന്നെ ഒരു ബോണസ് ചെസ്റ്റ് കൂടി ഇരിക്കട്ടെ. എന്താണെന്നറിയാം, നമുക്ക് ആദ്യത്തെ ദിവസമായോണ്ടേ നമുക്ക് പിന്നെ കുറച്ച് സാധനങ്ങൾ പെട്ടെന്ന് കിട്ടുമല്ലോ. അതിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബോണസ് ചെസ്റ്റ് കൊടുക്കുന്നത്, വേറെ ഒന്നും ഇതിനകത്ത് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വേൾഡ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ വേൾഡ് ഒന്ന് ക്രിയേറ്റ് ആവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ വേണ്ട അങ്ങനെ പുതിയൊരു വേൾഡ് എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു തുടക്കം ഇവിടെ കണ്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചെസ്റ്റൊക്കെ ഒന്ന് അങ്ങോട്ട് തുറക്കാം. ഓക്കെ, ചെസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ഇങ്ങെടുക്കാം. ഒരു പംകിൻ സീഡ്, ഒരു പൊട്ടറ്റോ, ഒരു ബ്രെഡ്, കുറച്ച് മാംഗ്രൂവ് ലോഗ് കിട്ടി, സ്റ്റിക്ക്. ഓക്കെ, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കേ ഈ ചെസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയൊരു റിസോഴ്സസ് പാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കേസ്. ഓക്കെ, അപ്പോൾ ഇച്ചിരി നമുക്ക് പി സിയുടെ ആ ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ചെറിയ റിസോഴ്സ് പാക്ക്, വലുതായിട്ടൊന്നും ഇല്ല, ചെറുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആദ്യത്തെ മരം അങ്ങോട്ട് വെട്ടാം. ആദ്യം തന്നെ അങ്ങ് തുടങ്ങാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങോട്ട് ഉണ്ടാക്കി ഒരു ഫർണസും സെറ്റാക്കിയേക്കാം. സോ ഗൈസ്, നമ്മളെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് 2 ഷീപ്പിനെ കിട്ടി, അതിനെയും തല്ലിക്കൊന്ന്. പിന്നെ കുറച്ച് ഷുഗർ കെയിനും അവിടെ നിന്ന് വെട്ടിയെടുത്ത്, പിന്നെ കുറച്ച് കോബിൾ സ്റ്റോൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു സോഡ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് വേണം ഈ സാധനങ്ങൾ എടുക്കാൻ. ഓക്കെ, പിന്നെ ഒരു പിക്കാക്സ്, പിന്നെ ഏതാ വേണ്ടേ, ഒരു ആക്സ്. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും കളയാം. നമ്മുടെ വേണ്ടാത്ത ഏതൊക്കെയാണ്, നമ്മുടെ ഈ വുഡൻ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കളയാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫർണസ് ഉണ്ടാക്കിയില്ല, നമുക്ക് ഉടനെ ഒരു ഫർണസ് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഒരു ഫർണസും ക്രാഫ്റ്റ് ചെയ്തു, അത് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് ഫുഡ് കുക്ക് ചെയ്യാൻ കൊണ്ടിടാം. ഓക്കെ, 2 പോർക്ക് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു ഷീപ്പിനെയും കൂടെ നമുക്കേ വേണം, എന്നാലേ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഷീപ്പിനെ തപ്പട്ടെ ഗൈസ്. ഷീപ്പ് ഇവിടെ എവിടെയെങ്കിലും കാണാതിരിക്കത്തില്ല, ഇവിടെ എവിടെയെങ്കിലും കാണും. ഒറ്റ ഷീപ്പ് മതി നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. 2 എണ്ണം നമ്മൾ നേരത്തെ കൊന്നു. ഓക്കെ, ബെഡ് ഉണ്ടാക്കാൻ 1 എണ്ണം കൂടെ വേണം. നമുക്ക് ഈ ഷുഗർ കെയിനൊക്കെ ഇങ്ങനെ കിട്ടി ഷീപ്പിനെ കിട്ടി. നമുക്ക് ഇതിനെ അങ്ങ് തല്ലിക്കൊല്ലാം. ഓക്കെ, അങ്ങനെ ഷീപ്പിനെ തല്ലിക്കൊന്നു. നമ്മൾ ഈ ചങ്ക് ഡിസ്റ്റൻസ് കുറച്ചിട്ടേക്കാം ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ലാഗ് അടിക്കാതിരിക്കാനാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. മാത്രമല്ല നമ്മളൊരു റിസോഴ്സ് പാക്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ചിലപ്പോൾ ലാഗ് അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കുറച്ചിട്ടേക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ചങ്ക് പിന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെയും കൂടെ അങ്ങനെ തല്ലിക്കൊല്ലാം. ഫുഡിന് തല്ലിക്കൊല്ലാം. ഓക്കെ, അതുകൊണ്ട് അവിടെ ഒരു ആട് കൂടെ നിൽപ്പുണ്ട്, അതിനെയും കൂടെ അങ്ങ് തല്ലിക്കൊല്ലാം. സോ ഗൈസ്, നമ്മളിനി വരുന്ന വീഡിയോയിൽ നമ്മൾ ബെറ്റർ ബെഡ് റോക്കിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ബെറ്റർ ബെഡ് റോക്കിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഉടനെ കിട്ടണം. അപ്പോൾ അത് ഞാൻ ഇടുന്നതായിരിക്കും. ബെറ്റർ ബെഡ് റോക്കിൻ്റെ എപ്പിസോഡ് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക ഗൈസ്. നമുക്കിനി നമ്മളെ ബെഡ് സെറ്റായി. ഇനി നമുക്ക് കുറച്ച് മരം അങ്ങോട്ട് വെട്ടാൻ പോവാം. ലെറ്റ്സ് ഗോ.
ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ആവശ്യത്തിന് നമ്മൾ കുറച്ച് മരവും കൂടി ഇങ്ങനെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, മരവും നമുക്ക് അത്യാവശ്യമാണ്. ഈ ഒരു കോബിൾ സ്റ്റോൺ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അങ്ങ് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് കുറച്ച് മരങ്ങളും, ഇനി നമുക്ക് ഫുഡ്, നമ്മുടെ ഫുഡ് ഇതിനകത്ത് റെഡിയായി കാണും. നമുക്ക് അതും കൂടി ഇങ്ങനെ എടുത്തേക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ ഒരു ഫുഡും കഴിച്ചു. ഇതിനകത്ത് ബാക്കിയുള്ള ഇതും കൂടെ അങ്ങ് ഇട്ടേക്കാം. ഓക്കെ, അങ്ങനെ അത് സെറ്റായി. ഇനി നമുക്ക് കുറച്ച് സീഡ് അങ്ങോട്ട് കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അങ്ങനെ 20 സീഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അത് മതി. നമുക്ക് ഇതും വെട്ടി നമുക്ക് തൽക്കാലം ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കങ്ങ് പോകാം ഗൈസ്. ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കങ്ങ് പോവാം. ഓക്കെ, ഇത് മട്ടനും കൂടെ ഒന്ന് ഒരെണ്ണം കൂടെ അല്ലേ ഉള്ളൂ, അതുകൂടെ അങ്ങ് കുക്കാവട്ടെ. നൈറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അയ്യോ ബെഡ് ഉണ്ടാക്കി. ഉണ്ടാക്കി. ഞാൻ ആ വൂളിരുന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഉണ്ടാക്കി കാണത്തില്ലേന്ന് വിചാരിച്ചു. ഓക്കെ, സീനില്ല. നമുക്ക് ഇതും എടുത്തോണ്ടേ കുറച്ച് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നൈറ്റ് ആവുന്നുണ്ട്, നമുക്കൊന്ന് കിടന്ന് ഉറങ്ങുകയും വേണം. ഈ ഷുഗർ കെയിനൊക്കെ ഇങ്ങനെ എടുത്തേക്കാം. ഓക്കെ, നമുക്ക് നേരെ അങ്ങ് പോവാം. നമ്മൾ വേണ്ട ഈ റിസോഴ്സ് പാക്ക് ഇട്ടിട്ടുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അടിയിലത്തേക്ക് നമുക്ക് നല്ല ക്ലിയറായിട്ട് കാണാം ഗൈസ്. കണ്ടോ, വെള്ളത്തിൻ്റെ അടിയിലത്തെ ഒക്കെ കാഴ്ച നമുക്ക് അത്യാവശ്യം ക്ലിയറായിട്ട് കാണാം. അതുകൊണ്ട് അങ്ങോട്ട് നേരെ അങ്ങ് പോവാം. കാരണം നൈറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പംകിൻസ് ഇരിപ്പുണ്ട്, ഇതുകൂടി ഇങ്ങനെ എടുത്തേക്കാം. ഓക്കെ, കുറച്ച് പംകിൻ. ഓക്കെ, നൈറ്റായി. നമ്മുടെ ചന്ദ്രൻ ഇപ്പോൾ അതിലെ കൂടെ പൊങ്ങി വരും ഗീസ്. നമ്മുടെ അമ്പിളിമാമൻ കൊണ്ട് വരുന്നു. ഓക്കെ, നമുക്ക് ബെഡ് ഇട്ടിട്ടെ ഇവിടെ കിടന്നുറങ്ങാം. കണ്ടോ, നമ്മുടെ ആ റിസോർസ് പാക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അമ്പിളിമാമനൊക്കെ വേണ്ട മറ്റേ ഒരു സ്റ്റാർ കൂട്ടൊക്കെ ഇരിക്കുന്നു അമ്പിളിമാമൻ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നൈറ്റ് അങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്തു ഗീസ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവാം. നമ്മളെ ബെഡ് എടുത്തല്ലോ അല്ലേ? എടുത്ത്. ഓക്കെ, നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകാം. ഇച്ചിരി നല്ല സ്ഥലം ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ ഒരു ബേസും കെട്ടാം. നിൽക്കേ, ഞാൻ ഈ ഒരു ഇതെടുത്തിട്ട് നമ്മുടെ ബെഡൊന്ന് നമ്മൾക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഒരു റെഡ് ബെഡ് ഉണ്ടാക്കി അങ്ങ് വെച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു റെഡ് ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം നോക്കാം. അത്യാവശ്യം കുറച്ചുകൂടെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഒരു വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ സീനില്ല കേട്ടോ. ഒരു വില്ലേജ് കിട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് അത്യാവശ്യം ലൂട്ടും കുറേ സംഭവങ്ങളൊക്കെ ആ വില്ലേജിൽ നിന്ന് ഒപ്പിക്കായിരുന്നു. എന്തായാലും നമുക്ക് കുറച്ച് ഞാനങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഗൈസ്, നമ്മൾ വന്ന് വേണ്ട ഒരു ജംഗിൾ ബയോമി എത്തിയിട്ടുണ്ട്. ജംഗിൾ എത്തിയപ്പോൾ ഇത് മാറി കേട്ടോ. ഇത് ക്ലൈമറ്റ് മാറി. നമ്മുടെ ജംഗിൾ എത്തിയപ്പോൾ ഒരു മഴയുടെയൊക്കെ ആ ഒരു ക്ലൈമറ്റ് ആയി കേട്ടോ. കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് തന്നെ ജംഗിൾ ബയോം ഉള്ളതുകൊണ്ട് സീനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സോ ഗൈസ്, നമ്മളെ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ വേണ്ട ഇവിടെ ഒരു റൂയിൻഡ് പോർട്ടൽ ഇരിക്കുന്നുണ്ട്. ആ ജംഗിളിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ കണ്ടേ. ഓക്കെ, ഒരു റൂയിൻഡ് പോർട്ടൽ അതിനകത്ത് വല്ലതും ഉണ്ടോ? കുറച്ച് ഇങ്കട്ടിരിപ്പുണ്ട്. കുറച്ച് ഒബ്സീഡിയൻ, ഫ്ലിൻറ്റ്, ഒരു ഹെൽമെറ്റും കിട്ടി. ഈ ഗോൾഡ് ഹെൽമെറ്റ് വലിയ കാര്യമില്ല. അൺബ്രേക്കിംഗ് 3 ഉണ്ട്, കുറച്ചുകൂടെ കിടക്കുമെന്നല്ലാതെ ഗോൾഡ് ഹെൽമെറ്റും ഉണ്ട്, വലിയ കാര്യമൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, സോ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഇവിടെയും വില്ലേജും ഇല്ല. നമ്മൾ കുറേ വന്നു കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറേ വന്നു നമ്മൾ. പക്ഷെ ഒരു വില്ലേജ് അങ്ങോട്ട് കിട്ടുന്നില്ല. അതല്ലേ ഫുഡ് എടുത്ത് കൈ വെച്ചേക്കാം. ഒരു വില്ലേജ് കിട്ടുന്ന സീനില്ലായിരുന്നു.
കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് പോട്ടെ ഗൈസ്. ഇവിടെ അടുത്തെവിടെയും ഒരു വില്ലേജ് കിട്ടിയിരുന്ന അവിടെ സ്പ്രൂസ് ബയോമ്. ഇനി അവിടെ വല്ലതും വില്ലേജ് ഉണ്ടോ? അപ്പോൾ നമ്മുടെ ജംഗിളും സ്പ്രൂസും ഒക്കെ അടുത്തടുത്താണ് കേട്ടോ. ഇവിടെ സ്പ്രൂസ് ബയോം കിട്ടി. ഇനി ഇവിടെ എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടോ? സ്പ്രൂസ് വില്ലേജ് ആണോ ഇനി? ജംഗിൾ വില്ലേജ് കിട്ടുവാ? എടാ കുക്ക്ഡ് മട്ടൻ നേരത്തെ 4 ഇത് കിട്ടുമായിരുന്നു കേസ്. 4 ഹങ്ങർ ബാർ കൂടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് 3.5 എങ്ങാണ്ടല്ലേ? 3.5യോ അതോ 2.5യോ? 3.5 അല്ലേ? 3.5 എന്താ ഹങ്ങർ ബാറേ കൂടുന്നുള്ളൂ. മൈൻക്രാഫ്റ്റിൻ്റെ അപ്ഡേറ്റ് ആയിരിക്കും. നേരത്തെ അത് 4 എണ്ണമായിട്ട് എടാ അതെന്തുവാ? എടാ അത് വിച്ചിൻ്റെ ഹൗസാ. അങ്ങോട്ട് പോകണ്ട. ഞാൻ വിചാരിച്ചു വില്ലേജ് ആയിരിക്കും എന്ന് പറഞ്ഞ് പോയതാ. ഓക്കെ, അതേണ്ട ഇവിടെയും കുറേ മത്തങ്ങ ഇരിക്കുന്നു. മത്തങ്ങ വേണ്ട, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ സീഡ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ കുറച്ച് മത്തങ്ങ അങ്ങോട്ട് എടുത്തത്. ഇവിടെ എവിടെയെങ്കിലും ഒരു വില്ലേജ് ഉണ്ടായിരുന്നെങ്കിൽ ഗൈസ്. ഞാൻ ഇനി ഈ മലയൊക്കെ ഒന്ന് കയറി ഇറങ്ങി നോക്കട്ടെ, വല്ല വില്ലേജ് ഉണ്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു സാധനം കണ്ടു. നല്ല രസമുണ്ടത് കാണാനല്ലേ. അത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് കുറച്ചങ്ങോട്ട് പോയാലോ? കുറച്ചുകൂടെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഇതേണ്ട അയൺ ഇരിക്കുന്നത്, അതുകൂടി ഇങ്ങനെ എടുത്തേക്കാം. അയൺ എങ്ങനെ എടുക്കും? നമ്മുടെ ഓക്കെ 2 മാംഗ്രോവിൻ്റെ പ്ലാങ്ക്സ് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിങ്ങെടുക്കാം. ഒരു ഷീൽഡ് ഉണ്ടാക്കാനുള്ളതായി ഗൈസ്. 2 3 4 ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, 4 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് തൽക്കാലം. ഓക്കെ, നമുക്കിനി എക്സ്പ്ലോർ ചെയ്യാം. നമുക്കിനി വല്ല ഞാൻ കുറേ ഇങ്ങോട്ട് വന്നിട്ട് നമുക്കേ ഇത് കിട്ടുന്നില്ല ഗൈസ്, വില്ലേജ് ഒന്നും കിട്ടുന്നില്ല. നമുക്കിനി ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു, കാരണം ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സെക്കൻഡ് എപ്പിസോഡിലെങ്കിലും ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ നോക്കാം കേസ്. ഓക്കെ, വില്ലേജ് കണ്ടുപിടിക്കുന്ന കുറച്ച് ചടങ്ങ് പരിപാടിയാണ്, എന്നാലും നോക്കാം. ഒരു സ്ഥലം മൊത്തം കിടന്ന് കറങ്ങിയാലും ചിലപ്പോൾ വില്ലേജ് കിട്ടണമെന്നില്ല. എന്തായാലും കുറച്ച് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. എന്നാലും വില്ലേജ് കിട്ടാത്ത എന്താടാ? സാധാരണ ചിലപ്പോൾ നമ്മൾ സ്പോണിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ നമ്മൾ വില്ലേജിൽ തന്നെ ആയിരിക്കും വന്ന് സ്പോണാവുന്നത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ വില്ലേജിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൈൻക്രാഫ്റ്റ് അങ്ങനെ വരാറുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ ഒരു വില്ലേജിലായിരിക്കും വന്ന് സ്പോണാവുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയില്ല. എൻ്റെ ഒരു പട്ടി, എൻ്റെ ഈ ബോണില്ലല്ലായിരുന്നു, ഞാൻ കൊടുത്തേനെ. ഞാൻ അതിന് ടേമാക്കായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഒരു പട്ടിയെ. എന്തായാലും സീനില്ല. നമുക്കേ അങ്ങോട്ടും കുറച്ചുകൂടെ അങ്ങ് പോയി നോക്കിയിട്ട് വില്ലേജില്ലേ നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ ഗൈസ്. ഇതേണ്ട വേറെ റൂയിൻഡ് പോർട്ടലിരിക്കുന്നത്. എടാ ഇതിപ്പോൾ നമുക്ക് റൂയിൻഡ് പോർട്ടൽ മാത്രമേ കിട്ടുന്നുള്ളല്ലോ, വില്ലേജ് ഒന്നും കിട്ടുന്നില്ലല്ലോ. നമ്മൾ രണ്ടല്ല നമ്മൾ ഒരു നൈറ്റ് നമ്മൾ കിടന്നുറങ്ങി എണ്ണീറ്റ് ഗൈസ്, എന്നിട്ടും ഒരു വില്ലേജ് കിട്ടിയില്ല. ഞാൻ കുറേ ഇങ്ങോട്ട് വന്നു എന്നിട്ടും കിട്ടിയില്ല വില്ലേജ്. പക്ഷേ ഒരു കുറേ റൂയിൻഡ് പോർട്ടലുണ്ട്. ഗോൾഡൻ ക്യാരറ്റ് ഇരിക്കട്ടെ. ഇതേതാ ഷാർപ്നെസ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. എന്നാലും ഇരിക്കട്ടെ. ദെൻ ഈ ഒരു ബൂട്ട് കൂടെ അങ്ങോട്ട് ഇട്ടേക്കാം. പ്രൊട്ടക്ഷൻ 3. വലിയ സീനില്ല. പ്രൊട്ടക്ഷൻ ആണെങ്കിലും കിട്ടി. വില്ലേജ് കിട്ടി. തോണ്ടോ ബ്ലാക്ക് സ്മിത്ത് ഗൈസ്, നമുക്ക് അങ്ങനെ ഒരു വില്ലേജും കിട്ടി. ഓക്കെ, നമുക്ക് ആ ബ്ലാക്ക് സ്മിത്തിനകത്ത് എന്തോ ഉള്ളതെന്നും കൂടെ അറിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബ്ലാക്ക് സ്മിത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഒരു ഡയമണ്ട്, ഒന്നല്ല ഒരു 3 ഡയമണ്ട് കിട്ടിയായിരുന്നെങ്കിൽ അയ്യോ ഒരു പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കായിരുന്നു. ഡയമണ്ട് അയണെങ്കിലും താടെ അയൺ. ഫസ്റ്റ് സീനില്ല. നമുക്ക് അയൺ പിക്കാക്സ് കിട്ടി, ഡയമണ്ട് മൈൻ ചെയ്യാം. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് ഇതേണ്ട നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഒരു അയൺ കുറച്ച് ആർമറും കിട്ടി, അങ്ങനെ കുറച്ച് സംഭവം കിട്ടി. പിന്നെ നമുക്ക് ഈ വില്ലേജ് നമുക്കിനി ഇവിടെ തമ്പടിക്കാം ഗൈസ്. നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇരിക്കട്ടെ. കുറച്ച് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് വയ്ക്കാം. കുറച്ച് ബെറിയൊക്കെ ഇതിനകത്ത് ഇരിക്കട്ടെ. നമ്മുടെ ഫർണസ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ അയൺ ഒന്ന് കുക്കാക്കി എടുത്തിട്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കാം. അത് കുക്ക് ചെയ്യാനായിട്ട് ഇത് മതി.
8 ഓക്കെ അതിനകത്തിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് വില്ലേജ് കൂടെ വേണേൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലേ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ. നോക്കാം നമുക്ക് വില്ലേജ് കൂടി ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. എടാ ഇവിടെ വില്ലേജേഴ്സ് ഒന്നും ഇല്ല, ആരും ഇല്ല ഇവിടെ. അതേണ്ട ഒരുത്തൻ ലൈബ്രറി. ഇവന്മാരെയൊക്കെ നമുക്ക് പൂട്ടിയിടണം കേട്ടോ, നമുക്ക് ട്രേഡിങ് ഹാൾ ഉണ്ടാക്കാൻ. 24 പേപ്പർ കൊടുത്ത ഒരു എമറാൾഡ്, 9 പേപ്പർ കൊടുത്ത ഒരു ബുക്ക് ഷെൽഫ്. അല്ല 9 ബുക്ക് ഷെൽഫല്ല, 9 എമറാൾഡ്. ഫുഡ് കിട്ടി. എടാ ഇവിടുത്തെ അയങ്കോളമൊക്കെ ഇവിടെ പോയി. നമുക്കിവിടെ റീസ്പോൺ സെറ്റ് ചെയ്തേക്കാം. ഓക്കെ. ചത്തു പോയി കഴിഞ്ഞാൽ അവിടെ അയങ്കോളമാണെന്ന് ഇപ്പോൾ ഉണ്ട്. എടാ ഇവിടെങ്ങും വേറെ അതേണ്ട ഇതെന്താ ബീട്രൂട്ട് ക്യാരറ്റ് കൂടെ കുറച്ചിരുന്നു കേട്ടോ. ഓക്കെ, ക്യാരറ്റ് കൂടെ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഈ വീടിനകത്ത് വല്ലതും ഉണ്ടോ? ഇതിനകത്തൊരു ചെസ്റ്റ് ഇരിപ്പുണ്ട്. ഓക്കെ, കുറച്ച് ആപ്പിള്, കുറച്ച് പൊട്ടറ്റോ, അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മൾ റീസ്പോൺ സെറ്റ് ചെയ്തായിരുന്നോ? സെറ്റ് ചെയ്തായിരുന്നോ? എന്നാലും സെറ്റ് ചെയ്തേക്കാം. ഓക്കെ. ഓക്കെ, ചെറിയ വില്ലേജാണ് ഗൈസ്, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ലാത്ത വില്ലേജ്. വേണ്ട, ഇവിടെ കുറച്ച് ഹേബേലൊക്കെ ഇരിക്കും. ഹേബേൽ കിട്ടിയിട്ട് നമുക്ക് ഇവിടെ ലാവായുണ്ട്, അപ്പോൾ ഒബ്സീഡിയന് കുറവില്ല. ഓക്കെ, ഇതിനകത്ത് വീരാതിരിക്കാൻ നമ്മൾ തന്നെ നോക്കണം, അതും ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ഇവിടുത്തെ ബെല്ലടിച്ചിട്ട് ഇവിടുത്തെ വില്ലേജേഴ്സിനെയൊക്കെ അകത്താക്കട്ടെ. എന്താണെന്നറിയാം, നമുക്ക് പെട്ടെന്നൊരു ഇതുണ്ടാക്കണം. നമ്മുടെ അതിൻ്റെ പേരെന്തോ, വില്ലേജർ ബ്രീഡർ. ഓക്കെ, നമുക്ക് വില്ലേജർ ബ്രീഡർ കൂടെ ഉണ്ടാക്കണം നമുക്ക്. ഓക്കെ, 2 വില്ലേജറിനെ മതി. ഓക്കെ, 2 വില്ലേജറിനെ മതി നമുക്ക് ഇതുണ്ടാക്കാൻ, ബ്രീഡർ. ഓക്കെ, പിന്നെ ഈ വില്ലേജ് വേറെ വല്ലതും ഉണ്ടോ നോക്കട്ടെ. കുറച്ച് ഫാം ഏരിയ കണ്ടു. എൻ്റെ മണ്ടയ്ക്കോട്ട് വല്ലതും ഉണ്ടോ വില്ലേജ്? എൻ്റെ മണ്ടയ്ക്കോട്ട് വല്ലതും ഉണ്ടോ? അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കും ഗൈസ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളിന്ന് കുറേ ഗ്രൈൻഡ് ചെയ്തു. ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും ഗ്രൈൻഡ് ചെയ്തില്ല, നമുക്കൊരു വില്ലേജ് കിട്ടി ഗൈസ്. പിന്നെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് വേണ്ട കുറച്ച് ആർമറൊക്കെ കിട്ടി, സെറ്റായിട്ടുണ്ട് നമ്മളിവിടെ. ഓക്കെ, ഇപ്പം നമ്മൾ ഓക്കെ. അപ്പോൾ നമ്മൾ വേണ്ട ഒരു വില്ലേജും കണ്ടുപിടിച്ച്. ഓക്കെ, അപ്പോൾ പുതിയൊരു ദിവസമായിട്ട് അടുത്ത ദിവസം കാണാം ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഗൈസ്. എല്ലാവർക്കും ബൈ. അപ്പം നമ്മുടെ ഇനി മൈൻക്രാഫ്റ്റിൻ്റെ ഓരോ കണ്ടൻറ്റ് ഇടുന്നതാണ്. നമ്മൾ ഇനി ബെഡ്റോക്ക് എഡിഷനും കൂടെ കളിക്കുന്നതായിരിക്കും. അപ്പോൾ അതും ഓരോരോ എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ടാറ്റ. ഒരു ടാറ്റയും കൂടെ ടാറ്റ.